നമ്മുടെ ചേട്ടൻ വിളിച്ചേക്കും അടുത്തേക്ക്. ഞാൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുളിച്ചോളാനാണ് പറയുന്നത്. നല്ല വെള്ളം കിട്ടും. മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അതൊക്കെ സൗകര്യം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഓണാക്കണം, എന്നിട്ട് ഓഫാക്കണം. ബന്ദ് കരോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്കാരന് കുറച്ചൊക്കെ ഹിന്ദി അറിയാം, നമുക്ക് കന്നഡ തീരെ അറിയത്തില്ലാത്തതുകൊണ്ട്. പക്ഷേ എന്തായാലും എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് പുള്ളിയും പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ സോനജ് ബാബു വരുന്നുണ്ട്. കാലി ബക്കറ്റുമായിട്ട് വരുന്നത്. നേരത്തെ വെള്ളം കൊണ്ടാണ് പോയത്. എന്തിനാണ് പോയെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചേട്ടനാണെങ്കിൽ ബൈക്ക് ഷർട്ടാക്കി പോകാം. നമുക്ക് വേണ്ടി വന്നാൽ തോന്നുന്നു രാവിലെ. നമുക്ക് വേണ്ടി നമ്മൾ രാവിലെ വന്നതാണ്. ഓക്കെ. ശരി. ചേട്ടൻ പോയി. യുദ്ധത്തിന് പോയതായിരുന്നോ? യുദ്ധം കഴിഞ്ഞോ? സന്തോഷ യുദ്ധമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കുളിക്കാം. പുള്ളിക്കാരൻ മോട്ടർ ഇട്ട് തന്നിട്ടുണ്ട്. മോട്ടർ ഇടുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചത്, എന്തൊക്കെ തുറന്നൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ടെൻ്റ് അടിക്കുന്നത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, അവിടെ നിന്ന് വന്നപ്പോൾ എമർജൻസി ലാമ്പ് മേടിക്കാൻ മറന്നു. രാത്രി കറണ്ടില്ല. അതിൽ ടെൻ്റ് അടിച്ച സ്ഥലത്ത് കറണ്ടില്ല, പക്ഷെ ഇവിടെ കറണ്ട് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ് ഉണ്ടായിരുന്നു, പൊതുവേ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടെൻറ്റിനുള്ള സെറ്റപ്പ്. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ പുറത്തൊന്നും ആവശ്യമൊന്നുമില്ല. നല്ല സൗകര്യമുള്ള സ്ഥലമായിരുന്നു. ഏകദേശം 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ലാവശ്യമായിട്ട് കിടന്നു. പിന്നെ വണ്ടി തൊട്ടടുത്തുണ്ട്, അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോട് കൂടി കിടന്നു.